നമസ്കാരം. വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന സ്പിന്നർ പൈപ്സ് മാനുഫാക്ചേഴ്സ് ഓഫ് HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. മധ്യ കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദപാത്തിയുടെ ഫലമായി സംസ്ഥാനത്ത് അതിതീവ്ര മഴ. അടുത്ത 3 ദിനം വരെ പെരുമഴ തുടരും. റഡാർ ഡാറ്റ പ്രകാരം കേരള തീരത്ത് കാലവർഷക്കാറ്റിന് മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗം രേഖപ്പെടുത്തുന്നത് ഈ വർഷത്തെ കാലവർഷ സീസണിലെ ഏറ്റവും ഉയർന്ന മഴ. അരക്കോണം 4ാം ബറ്റാലിയന്റെ നേതൃത്വത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 9 ടീം തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ശക്തമായ മഴയെ തുടർന്ന് പെരിങ്ങൽകുത്ത് ഡാം അതിവേഗം നിറഞ്ഞു. 424 മീറ്റർ സംഭരണ ശേഷിയുള്ള ഡാമിൽ ജലനിരപ്പ് 423 മീറ്ററിലധികം ഉയർന്നു. ഡാമിന്റെ 3, 5, 6, 7 ഷട്ടറുകൾ 7 ഇഞ്ച് വീതം തുറന്നു. ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കുന്നത് 7.5 ക്യൂമെക്സ് ജലം. പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന ജില്ലാ ദുരന്ത പ്രതിരോധ വിഭാഗം. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം നിയമങ്ങൾ ലംഘിച്ച് വ്യാജ കളർ കോഡ് അടിച്ചെത്തിയ തമിഴ്നാട് രജിസ്ട്രേഷൻ യാനങ്ങൾ പിടിയിൽ. ചാവക്കാട് ബ്ലാങ്ങാട് കടപ്പുറത്ത് കൂട്ടമായി എത്തിയ വള്ളങ്ങളാണ് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടിയത്. 60,000 രൂപ പിഴ ഈടാക്കി വിട്ടു നൽകി. അനധികൃത മത്സ്യബന്ധനം നടത്തിയാൽ കർശന നടപടിയെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗന്ധകുമാരി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരിയോട് നോ പറഞ്ഞ വലിയ വിപത്തിനെതിരെ സന്ധിയില്ലാ പോരാട്ടം. ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ സന്ദേശം. തൃശൂർ സിറ്റി പോലീസ് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ അഗ്നി വിഴുങ്ങി. കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ, മെത്താഫിറ്റമിൻ നശിപ്പിച്ചത് പാലിയേക്കരയിലെ ചൂളയിലെത്തിച്ച. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ വേറിട്ട പരിപാടികൾ. കൈപ്പറമ്പിൽ ആരവം തീർത്ത് കാൽപന്ത് മത്സരം. ഞങ്ങളുടെ ലഹരി വായനയാണെന്ന സന്ദേശവുമായി വടക്കാഞ്ചേരി അക്ഷര വെളിച്ചം കേരളവർമ്മ വായനശാലയിൽ വിദ്യാർത്ഥി സംഗമം. KCBC ആഗോള ലഹരി വിരുദ്ധ ദിനാചരണം വടക്കാഞ്ചേരി സെന്റ് പയസ് സ്കൂളിൽ നടന്നു. കേരളത്തിനാകെ വലിയ ഞെട്ടൽ സമ്മാനിച്ച വാഴക്കോട് കാട്ടാനവേട്ട നടന്നിട്ട് വർഷമൊന്ന്. ഒരു പാഠവും പഠിക്കാതെ വനം വകുപ്പ്, ഒരു ശമനവുമില്ലാതെ മേഖലയിൽ വന്യമൃഗവേട്ട. കഴിഞ്ഞ വർഷം കാട്ടാനയെ കൊന്നു കുഴിച്ചുമൂടിയ സ്ഥലത്തിന് സമീപം കാട്ടുപന്നിയെ തല തകർന്ന നിലയിൽ കണ്ടെത്തി. വന്യമൃഗവേട്ടക്കാരെ നിയന്ത്രിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കാതെ അധികൃതർ. അടച്ചുപൂട്ടിയ അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ തുറക്കാൻ ഒരു നടപടിയുമില്ല. കനത്ത മഴയിൽ ഓടുന്ന പാസഞ്ചർ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണ യാത്രക്കാരിയായ വിദ്യാർത്ഥിനിക്ക് പരിക്ക. പോണ്ടിച്ചേരി നഴ്സിംഗ് കോളേജിലെ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനി വിരുപ്പാക്ക സ്വദേശിനി വിനീതയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. വൈദ്യുത ലൈനിലേക്ക് മറിഞ്ഞ മരം തെറിച്ച് ഓട്ടോറിക്ഷയിൽ പതിച്ചതായി ദൃക്സാക്ഷികൾ. നിയന്ത്രണം വിട്ട് മറിഞ്ഞ ഓട്ടോ യാത്രക്കാരിയായ 20കാരിക്ക് പരിക്കേറ്റത് കാലിൽ. ഒഴിവായത് വൻ ദുരന്തം. കേരള കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായിക്ക് പ്രതിമാസം 1.25 ലക്ഷം രൂപ ഹോണറേറിയം നൽകാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. ഒരു ആനുകൂല്യവും വേണ്ടെന്ന് പ്രഖ്യാപിച്ച ചാൻസലറായ മല്ലിക സാരാഭായി ഇപ്പോൾ പണം ചോദിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ്. കലാമണ്ഡലത്തിൽ ധൂർത്തും അഴിമതിയും നടക്കുകയാണെന്ന ആരോപണം. ഉപതിരഞ്ഞെടുപ്പിനൊരുങ്ങി ചേലക്കര. സ്ഥാനാർത്ഥികളെ ചൊല്ലി സൂചനകൾ പുറത്തു വരുന്നതിനിടെ മുൻ MP രമ്യ ഹരിദാസിനെതിരെ വീണ്ടും പോസ്റ്ററുകൾ. രമ്യയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധം. ഒരു വിഭാഗത്തിന്റെ കളിപ്പാവയായ രമ്യയെ ചേലക്കരയ്ക്ക് വേണ്ടെന്ന് പോസ്റ്ററിൽ. നാഥനില്ലാത്ത പോസ്റ്ററിന് പിന്നിൽ CPM എന്ന് കോൺഗ്രസ്. വടക്കാഞ്ചേരി നഗരസഭയുടെ ശ്രദ്ധേയമായ മാലിന്യ സംസ്കരണ പദ്ധതി പഠിക്കാൻ മുളക്കുഴ പഞ്ചായത്തിൽ നിന്ന് ഭരണസമിതിയും ഹരിതകർമ്മസേനയും ഡിവാറ്റഡ് കമ്പോസ്റ്റിംഗ് പ്ലാന്റും MCF RLF സംവിധാനവും സന്ദർശിച്ചു. കുമ്മായച്ചിറയ്ക്ക് സമീപമുള്ള കൈമാറ്റ ചന്തയിലും ആലപ്പുഴയിൽ നിന്നുള്ള സംഘമെത്തി. ചേറ്റുവയിൽ വീടിനുള്ളിൽ ഡബിൾ ഡോർ ഫ്രിഡ്ജിൽ ഗ്യാസ് നിറയ്ക്കുന്നതിനിടെ പൊട്ടിത്തെറി. തൊഴിലാളിക്ക് ഗുരുതര പരിക്ക്. വീടിന്റെ ഉൾവശം കത്തിനശിച്ചു. ചിറങ്ങര സിഗ്നൽ ജംഗ്ഷനിൽ ടോറസ് ലോറി സ്കൂട്ടറിലിടിച്ച വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. വടക്കാഞ്ചേരി ഉത്രാളിക്കാവിന് സമീപം നിയന്ത്രണം വിട്ട സ്കോർപിയോ കാർ ടിപ്പർ ലോറിയിലും മതിലിലും ഇടിച്ച അപകടം. 2 യുവാക്കൾക്ക് പരിക്ക്.